നമസ്കാരം. ലീഡ്സ് അക്കാദമിയുടെ മറ്റൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. കഴിഞ്ഞ ക്ലാസ്സൊക്കെ കൃത്യമായിട്ട് കണ്ടു എന്ന് വിചാരിക്കുന്നു. എവിടെയാ നമ്മൾ പ്രോട്ടോസോവൽ ഡിസീസ് വരെ എത്തിയിരിക്കുകയാണ് അല്ലേ? അപ്പോൾ അടുത്ത ഭാഗമാണ് നമ്മൾ ഇന്ന് എടുക്കാൻ പോകുന്നത്. അപ്പോൾ കൃത്യമായിട്ട് കഴിഞ്ഞ ക്ലാസ്സൊക്കെ കണ്ട് പഠിച്ച് വ്യക്തമായിട്ട് ഈ ക്ലാസ്സിലേക്ക് വരിക കേട്ടോ. അപ്പോൾ നമുക്ക് പഠിച്ചു തുടങ്ങാം. ഓക്കെ, നമ്മൾ എവിടം വഴിയാണ് പഠിച്ചത്? പ്രോട്ടോസോവൽ ഡിസീസ് അല്ലേ? ഓക്കെ, ഇനി നമുക്ക് നോക്കാൻ പോകുന്നത് നോൺ പാത്തോജനിറ്റിക് ഡിസീസ് ആണ്. നോൺ പാത്തോജനിറ്റിക് ഡിസീസ് അതായത് ഒരു പാത്തോജൻ വഴിയല്ലാതെ, ഒരു രോഗാണു വഴിയല്ലാതെ നമ്മളുടെ ലൈഫ് സ്റ്റൈൽ കൊണ്ടോ നമ്മളുടെ ജോലി കൊണ്ടോ നമ്മളുടെ ജെനറ്റിക് ആയിട്ടുള്ള ഡിസോർഡർ കൊണ്ടോ വരുന്ന അസുഖങ്ങളെക്കുറിച്ചാണ് നമ്മളിനി പഠിക്കാൻ പോകുന്നത്. ഏതാ ലൈഫ് സ്റ്റൈൽ അല്ലേ? നമ്മളുടെ ജീവിത രീതി, നമ്മളുടെ ഫുഡ്, അങ്ങനത്തെ കാര്യങ്ങൾ കൊണ്ട് നമുക്ക് വരുന്ന അസുഖങ്ങൾ, പിന്നെ നമുക്ക് ജെനറ്റിക് പാരമ്പര്യമായിട്ട് കിട്ടിയിട്ടുള്ള അസുഖങ്ങൾ, പിന്നെ നമ്മളെ ന്യൂട്രിയൻസിൻ്റെ കുറവ് കൊണ്ടുണ്ടാകുന്ന അസുഖം, പിന്നെ ഒക്യുപേഷൻ, നമ്മളുടെ ജീവിത രീതിയും നമ്മളുടെ ജോലിയുമായി ബന്ധപ്പെട്ട അത്തരം അസുഖങ്ങളെയാണ് നമ്മൾ നോൺ പാത്തോജനറ്റിക് ഡിസീസ് എന്ന് പറയുന്നത്. അപ്പോൾ കുറച്ച് ഡിസീസ് ഉണ്ട്, അത് നമുക്ക് പഠിക്കാം അല്ലേ? ഈ ചാപ്റ്റർ മൊത്തം ഡിസീസുകളാണ് കേട്ടോ. ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും നിങ്ങൾക്ക് ഒരിക്കലും കൺഫ്യൂഷൻ ആവരുത്, കൃത്യമായിട്ട് തന്നെ പഠിക്കുക. ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള ചാപ്റ്ററാണ്. ഓക്കെ, ആദ്യം നമ്മൾ നോക്കാൻ പോകുന്നത് ജെനറ്റിക് ഡിസീസ് ആണ് അല്ലേ? ജെനറ്റിക് ഡിസീസ് എന്താ? നമുക്ക് പാരമ്പര്യമായിട്ടല്ലേ, ഒന്നില്ലെങ്കിൽ അച്ഛനിൽ നിന്ന് അല്ലെങ്കിൽ നമ്മുടെ പൂർവികരിൽ നിന്ന് നമുക്ക് പാരമ്പര്യമായിട്ട് മാറി വരുന്ന അസുഖമാണ് ജെനറ്റിക് ഡിസീസ് എന്ന് പറയുന്നത്. ഒന്നാമത്തെ ജെനറ്റിക് ഡിസീസാണ് ഹീമോഫീലിയ. കേട്ടിട്ടുണ്ടോ ഹീമോഫീലിയ? എന്താ ഹീമോഫീലിയ? രക്തം കട്ട പിടിക്കാത്തൊരവസ്ഥ അല്ലേ? നമുക്കൊരു കയ്യിലൊരു ചെറിയൊരു മുറിവ് വരുമ്പോൾ അല്ലെങ്കിൽ ചെറിയൊരു വൂണ്ട് വരുന്ന സമയത്ത് അതിൽ നിന്ന് ബ്ലഡ് ഇങ്ങനെ ഫ്ലോ ചെയ്തുകൊണ്ടേയിരിക്കും അല്ലേ? നമുക്ക് നോർമൽ കേസിൽ നമുക്ക് ചെറിയതായിട്ട് കൈയൊന്ന് മുറിഞ്ഞാൽ കുറച്ച് നേരം ഒന്ന് ബ്ലഡ് പോകും അല്ലേ? അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ബ്ലഡ് പോകുന്നത് അങ്ങോട്ട് സ്റ്റോപ്പ് ആവും, നോർമൽ സ്ഥിതിയിലേക്ക് വരും. പക്ഷേ ഈ ഒരു ഹീമോഫീലിയ എന്നൊരു അസുഖമുള്ള ആൾക്കാർക്ക് ഈ ചെറുതായിട്ട് കൈയൊന്ന് മുറിഞ്ഞാലും ബ്ലഡ് ഇങ്ങനെ ഫ്ലോ ചെയ്തുകൊണ്ടേയിരിക്കും. അത് നിൽക്കാൻ പറ്റാത്തൊരവസ്ഥ, രക്തം കട്ട പിടിക്കാൻ പറ്റാത്തൊരവസ്ഥ. രക്തം കട്ട പിടിക്കാൻ സഹായിക്കുന്നത് ആരാ? പ്ലേറ്റ്ലേറ്റ് സഹായിക്കുന്നുണ്ട്, RBC ഒക്കെ സഹായിക്കുന്നുണ്ട്. 2 പ്രോട്ടീൻസാണ് മെയിനായിട്ട് സഹായിക്കുന്നത്. ആ 2 പ്രോട്ടീൻസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ജീനിൻ്റെ അഭാവം, ജീനിൻ്റെ ഡിഫക്റ്റ് മൂലമാണ് നമുക്ക് ഈ ഒരു അസുഖം വരുന്നത്. അപ്പോൾ ആ പ്രോട്ടീൻ ഏതൊക്കെയാണെന്നൊക്കെ കൃത്യമായിട്ട് അടുത്ത ചാപ്റ്ററിൽ നമ്മൾ പഠിക്കുന്നുണ്ട്. രക്തം കട്ട പിടിക്കുന്നത് ആ പ്രോസസ്സ് കൃത്യമായിട്ട് പഠിക്കുന്നുണ്ട്. അപ്പോൾ പഠിക്കാം. ഇവിടെ നിങ്ങൾ ആ പ്രോട്ടീൻ പ്രൊഡ്യൂസ് ചെയ്യുന്ന ജീനിൻ്റെ അഭാവം മൂലം വരുന്നൊരു അസുഖമാണ് ഹീമോഫീലിയ എന്ന് ആലോചിച്ച് വെക്കുക. ഒരു ചെറിയൊരു മുറിവുണ്ടായിട്ടുണ്ടെങ്കിലും അതിൽ നിന്ന് ബ്ലഡ് വരുന്നൊരവസ്ഥയുമാണ്. ഇതൊരു ജെനറ്റിക് ഡിസോർഡറാണ്. ജെനറ്റിക് ഡിസോർഡറിന് പ്രത്യേകതയുണ്ട്. അത് നമുക്ക് പൂർണ്ണമായിട്ടും ചികിത്സിച്ച് മാറ്റാൻ പറ്റില്ല. ഒരു പരിധി വരെ നമുക്ക് കൊണ്ടുപോകാം, പിന്നെ നമ്മൾ മരണത്തിന് കീഴടങ്ങേണ്ട ഒരു അവസ്ഥയാണ് ജെനറ്റിക് ഡിസീസിന് വരുന്നത്. അപ്പോൾ നോർമൽ നമുക്ക് പരിധി വരെ നിർത്താൻ വേണ്ടിയിട്ട് ഏത് ജീനാണോ പ്രോട്ടീനെ, രക്തം കട്ട പിടിക്കാൻ സഹായിക്കുന്ന 2 പ്രോട്ടീനുണ്ട്, ആ 2 പ്രോട്ടീനെ പ്രൊഡ്യൂസ് ചെയ്യുന്ന ജീനിനെ നമുക്ക് ആർട്ടിഫിഷ്യലായി ശരീരത്തിലേക്ക് ഇഞ്ചക്റ്റ് ചെയ്തിട്ട് നമുക്ക് തൽക്കാലം ഒരു പരിധി വരെ നമുക്ക് ഈ അസുഖത്തെ നിലനിർത്താൻ വേണ്ടി പറ്റും. അപ്പം ഒരു ആദ്യ ജെനറ്റിക് ഡിസീസാണ് ഹീമോഫീലിയ. ഹീമോഫീലിയ രക്തം കട്ട പിടിക്കാത്തൊരു അസുഖമാണ് എന്ന് കൂടി ആലോചിച്ച് വെക്കണം കേട്ടോ. രണ്ടാമത്തതാണ് സിക്കിൾ സെൽ അനീമിയ. നമ്മളുടെ സിക്കിൾ സെൽ അനീമിയ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളുടെ RBC, നമ്മളുടെ അരുണ രക്താണു, റെഡ് ബ്ലഡ് സെൽസിൻ്റെ ഷേപ്പ് ഏതാ? ഒരു ഡിസ്ക് ലൈക്ക് ഷേപ്പാണ് അല്ലേ? ഡിസ്ക് ലൈക്ക് ഷേപ്പാണ്. അത് 4 ഓക്സിജനെയും അല്ലെങ്കിൽ 4 കാർബൺ ഡൈ ഓക്സൈഡിനെ ക്യാരി ചെയ്യുന്നു എന്നൊക്കെ നമ്മൾ പഠിച്ചതാണ്. അതൊരു അരിവാള് പോലെ ആയി മാറുകയാണ്. ഈ ഹീമോഗ്ലോബിൻ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഹീമോഗ്ലോബിനാണ് എവിടെയുള്ളത്? RBCയിലുള്ളത് അല്ലേ? അപ്പോൾ RBCയിലെ ഹീമോഗ്ലോബിനാണ് എന്ത്? 4 ഓക്സിജനെ ക്യാരി ചെയ്യുന്നത്. അപ്പോൾ ഹീമോഗ്ലോബിൻ പ്രൊഡ്യൂസ് ചെയ്യുന്നത് അമിനോ ആസിഡിൻ്റെ ആ ഒരു ക്രമീകരണത്തിന് മാറ്റം വരുന്ന സമയത്ത് വരുമ്പോൾ ഈ ഈ നല്ല ഡിസ്ക് ലൈക്ക് ഷേപ്പുള്ള ഈ RBC എന്താവും? നല്ല അരിവാള് പോലെയാവും. നമ്മൾ അരിവാള്, സിക്കിൾ എന്താ? അരിവാള് അല്ലേ? അരിവാള് രൂപത്തിൽ ആ പിക്ചർ കണ്ടോ? നല്ല വട്ടത്തിലുള്ള RBC എന്തായി മാറി? അരിവാള് രൂപത്തിലാവുന്നു. അരിവാള് രൂപത്തിലായാൽ ഓക്സിജൻ ക്യാരിങ് കപ്പാസിറ്റി കുറയില്ലേ? ആ വട്ടത്തിലുള്ള സമയത്ത് 4 ഓക്സിജനെ ചുവന്നുകൊണ്ടുപോയ ആൾ വിളഞ്ഞു നിൽക്കുന്ന സമയത്ത് 4 ഓക്സിജൻ എടുക്കാനുള്ള ഒരു കപ്പാസിറ്റി അവർക്കുണ്ടോ? ഇല്ല. അങ്ങനെ ഓക്സിജൻ്റെ ഒരു അഭാവം അവിടെ വരും. ഓക്സിജൻ കുറഞ്ഞാൽ തന്നെ നമ്മളുടെ എല്ലാ കാര്യവും പോവില്ല അല്ലേ? എല്ലാ കാര്യവും പോയി. ഓക്സിജൻ ഉണ്ടെങ്കിൽ നല്ല എനർജി പ്രൊഡ്യൂസ് ചെയ്യാനും എല്ലാ പ്രോസസ്സിനും ഓക്സിജൻ ഇമ്പോർട്ടൻ്റ് ആണ് അല്ലേ? സെല്ലുലാർ റെസ്പിറേഷനും എല്ലാ കാര്യത്തിനും ഓക്സിജൻ വേണം. അപ്പോൾ ഓക്സിജൻ്റെ ഡെഫിഷ്യൻസി അവിടെ കുറയാണ്. അപ്പോൾ റെഡ് ബ്ലഡ് സെൽസിലൊക്കെ ഓക്സിജൻ്റെ അവസ്ഥ കുറയുന്ന ഒരു അസുഖമാണ് എന്ത്? സിക്കിൾ സെൽ അനീമിയ എന്ന് പറയുന്നത്. ഇതൊരു ജെനറ്റിക് ഡിസീസാണ്. ഇത് തൽക്കാലം ഒരു പരിധിവരെ നമുക്ക് നിർത്താം, പക്ഷേങ്കിൽ ഇതും നമുക്ക് മുഴുവനായിട്ട് മാറ്റാൻ പറ്റുന്ന ഒരു അസുഖമല്ല. ഇത് പാരമ്പര്യമായിട്ട് കിട്ടുന്ന ആദിവാസികൾക്കിടയിലാണ് മെയിനായിട്ടും ഈ സിക്കിൾ സെൽ അനീമിയ എന്നൊരു രോഗം കാണപ്പെടുന്നത് അല്ലേ? അവരുടെ ആ ഒരു ആൾക്കാരെ തന്നെയാണ് അവർ മാരേജ് ചെയ്യുന്നത്. അപ്പോൾ അത് അവരിൽ നിന്ന് തന്നെ ഒതുങ്ങി നിൽക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അടുത്തൊരു അസുഖമാണ് ക്യാൻസർ എന്ന് പറയുന്നത്. ക്യാൻസർ നമ്മളെ ലൈഫ് സ്റ്റൈൽ കൊണ്ടോ അല്ലെങ്കിൽ
നമ്മളുടെ ഹെറിഡിറ്റി പാരമ്പര്യമായിട്ടുള്ള ഫാക്ടർ കൊണ്ടോ ഒക്കെ വരുന്ന ഒരു അസുഖമാണ് ക്യാൻസർ. ക്യാൻസർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളുടെ സെല്ല് അൺകൺട്രോൾഡ് ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്ത് ഗ്രോ ചെയ്യുന്ന ഒരു അവസ്ഥയാണ് ക്യാൻസർ എന്ന് പറയുന്നത്. അൺകൺട്രോൾഡ് ആയിട്ട് ഡിവിഷൻ സംഭവിക്കുകയാണ്. നമ്മളുടെ സെൽസിന് ഇങ്ങനെ ഡിവിഷൻ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന അസുഖമാണ് ക്യാൻസർ. ചിത്രം കണ്ട നോർമൽ സെൽ എങ്ങനെയുണ്ട്, ക്യാൻസർ സെൽ നോർമൽ സെല്ലിനേക്കാളും ക്യാൻസർ സെൽ ഇങ്ങനെ അൺകൺട്രോൾ ആയിട്ട് ഡിവിഷൻ ചെയ്തുകൊണ്ടേയിരിക്കുന്ന ഒരു അസുഖമാണ് ക്യാൻസർ എന്ന് പറയുന്നത്. ഒന്നില്ലെങ്കിൽ സ്മോക്കിങ്ങിലെ നമ്മളുടെ ഫുഡ് ഹാബിറ്റ് കൊണ്ട് അല്ലേ, സ്മോക്കിങ്, ആൽക്കഹോളിൻ്റെ യൂസ്, പിന്നെ റേഡിയേഷൻസ്, പിന്നെ ചില വൈറസ്, ചില ഹെറിഡിറ്റി, അതുകൊണ്ട് നമ്മൾക്ക് ഈ ഒരു അസുഖം വരാം. ഓക്കെ, അപ്പോൾ കൃത്യമായിട്ട് നിങ്ങളത് ശ്രദ്ധിക്കുക. ഓക്കെ, അപ്പം ക്യാൻസർ ഇത്രയേ ഉള്ളൂ. നിങ്ങൾ ഇത്രയും ഓർത്ത് വെക്കുക. എന്താ, ലൈഫ് സ്റ്റൈൽ ഡിസീസ് കൊണ്ടോ അല്ലെങ്കിൽ ലൈഫ് സ്റ്റൈൽ നമ്മുടെ ലൈഫ് സ്റ്റൈൽ ജീവിത രീതി കൊണ്ട് വരുന്നതാണ്, അല്ലെങ്കിൽ റേഡിയേഷൻ കൊണ്ടോ ഒക്കെ ഹെറിഡിറ്റി ഫാക്ടർ കൊണ്ടൊക്കെ വരുന്ന ഒരു അസുഖമാണ് ക്യാൻസർ. അൺകൺട്രോൾ ആയിട്ട് നമ്മുടെ സെല്ല് ഡിവിഷൻ സംഭവിക്കുകയാണ്. ക്യാൻസറിനും പ്രത്യേകിച്ച് മരുന്നുകളൊന്നും കണ്ടുപിടിച്ചിട്ടില്ല. റേഡിയേഷൻ ചെയ്യുന്നുണ്ട്, കീമോ ഒക്കെ ചെയ്തിട്ട് വരുന്നുണ്ട്. പക്ഷേ അവസാനം എന്തായാലും ഒരു മരണത്തിലേക്ക് പോകുന്ന ഒരു അവസ്ഥ തന്നെയാണ് ക്യാൻസർ എന്ന് പറയുന്നത്. അപ്പം നമ്മുടെ ലൈഫ് സ്റ്റൈൽ കൊണ്ടാണ് ഇങ്ങനെ ഒരു അസുഖം വരുന്നതെങ്കിൽ നമ്മൾ ഒരിക്കലും അങ്ങനത്തെ പരിപാടികൾക്കൊന്നും ചെയ്യാതിരിക്കുക. നമ്മളുടെ ആരോഗ്യം എപ്പോഴും നമ്മൾ സംരക്ഷിച്ചുകൊണ്ട്, ആരോഗ്യമുണ്ടെങ്കിലേ നമുക്ക് ആരോഗ്യമുള്ള ശരീരത്തിലേ ആരോഗ്യമുള്ള മനസ്സുള്ളൂ. നമ്മൾ ആരോഗ്യത്തോടെ എന്നും ഇരിക്കേണ്ടല്ലേ, ആരോഗ്യത്തോടെ ദീർഘകാലം ഇരിക്കണമെങ്കിൽ ആ രീതിയിൽ തന്നെ നമ്മൾ മുന്നോട്ട് പോയേ പറ്റും. ഓക്കെ, ഇനി നമുക്ക് അടുത്ത് നോക്കാൻ പോകുന്നത് ലൈഫ് സ്റ്റൈൽ ഡിസീസാണ്. നമ്മളുടെ ജീവിത രീതി അസുഖങ്ങളാണ് പ്രധാനപ്പെട്ട എത്ര അസുഖമുണ്ട്? 6 അസുഖങ്ങളുണ്ട്. 5 അസുഖങ്ങളാണ് ടെക്സ്റ്റ് ബുക്ക് കൊടുത്തിട്ടുള്ളത്. നമ്മളുടെ ജീവിതം, നമ്മളുടെ ഫുഡ് കൊണ്ടോ അല്ലെങ്കിൽ നേരത്തെ പറഞ്ഞ സ്മോക്കിംഗ്, ആൽക്കഹോളിൻ്റെ യൂസോ അല്ലെങ്കിൽ നമ്മളുടെ ജീവിത രീതിയിലെ പല കാരണങ്ങൾ കൊണ്ട് നമുക്ക് വരുന്ന അസുഖം, നമ്മൾ വിളിച്ച് വരുത്തി വെക്കുന്ന അസുഖമാണ് ലൈഫ് സ്റ്റൈൽ ഡിസീസ് എന്ന് പറയുന്നത്. ഫസ്റ്റ് വൺ ഡയബറ്റീസ്. ഡയബറ്റീസിനെ കുറിച്ച് നിങ്ങൾ 3ാമത്തെ ചാപ്റ്ററിൽ കൃത്യമായിട്ട് പഠിച്ചതാണ്. ഡയബറ്റീസ് എന്താ അസുഖം? എന്തിൻ്റെ ഡെഫിഷ്യൻസി മൂലം വരുന്ന അസുഖമാണ് ഡയബറ്റീസ് എന്ന് പറഞ്ഞു. ആൽഫ സെല്ലും ബീറ്റാ സെല്ലും. എന്താണ് ബീറ്റാ സെല്ല്? ഇൻസുലിൻ ഉൽപ്പാദിപ്പിക്കുന്നു. ഇൻസുലിനാണ് ഗ്ലൂക്കോസിനെ കൺട്രോൾ ചെയ്യുന്നതൊക്കെ പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പം അതൊക്കെ ഇവിടെ ഓർമ്മ വേണം കേട്ടോ. അപ്പോൾ ഡയബറ്റീസ് എന്ന് പറയുന്നത് ഒരു ലൈഫ് സ്റ്റൈൽ ഡിസീസാണ്. എന്താ, ഇൻസുലിൻ്റെ ഡെഫിഷ്യൻസി മൂലം വരുന്ന ഒരു അസുഖമാണ് ഡയബറ്റീസ് എന്ന് ഓർത്ത് വെച്ചിരിക്കുക. ഓക്കെ, ഇതൊക്കെ ജനറ്റിക്കലി വരും. നമുക്ക് ലൈഫ് സ്റ്റൈൽ ഡയബറ്റീസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ അച്ഛനും അമ്മയ്ക്ക് ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് മേ ബി വരാൻ സാധ്യതയുണ്ട്. അല്ലെങ്കിൽ ഓവറായിട്ട് ഷുഗറും അല്ലെങ്കിൽ നല്ല ചോറൊക്കെ അത്യാവശ്യം കൂടുതൽ കഴിക്കുമ്പോൾ സമയത്തൊക്കെ നമ്മുടെ ശരീരത്തിൽ കൂടുതൽ ഗ്ലൂക്കോസ് കൂടി ഷുഗർ വരാനുള്ള സാധ്യത കൂടുതലാണ്. ഓക്കെ, ഇനി അടുത്തത് ഫാറ്റി ലിവർ. ഫാറ്റി ലിവറിലെ പേരിൽ തന്നെയുണ്ട്, നമ്മളുടെ ലിവറിൽ ഫാറ്റ് അടിഞ്ഞു കൂടുന്ന ഒരു അവസ്ഥയാണ്. നമ്മളുടെ ലിവറിൽ എക്സസ് ആയിട്ട് ഫാറ്റ് ഇങ്ങനെ അടിഞ്ഞു കൂടുന്ന ഒരു അസുഖമാണ് ഫാറ്റി ലിവർ എന്ന് പറയുന്നത്. 3ാമത്തത് സ്ട്രോക്ക്. എന്താ, സ്ട്രോക്ക് കേട്ടിട്ടുണ്ട് അല്ലേ? പെട്ടെന്ന് തളർന്നു പോകുന്ന, ഒരു ഭാഗം തളർന്നു പോയി എന്നൊക്കെ പറയുന്നത് കേട്ടിട്ടില്ലേ? നമ്മളെ ബ്രെയിനിലേക്കുള്ള ഒന്നില്ലെങ്കിൽ ബ്ലഡ് വെസൽസ്, ബ്രെയിനിലേക്ക് പോകുന്ന ബ്ലഡ് വെസൽസ് ഉണ്ടാവും. ഒന്നില്ലെങ്കിൽ അത് ബ്രേക്ക് ഡൗൺ, പൊട്ടിപ്പോവും. അല്ലെങ്കിൽ എന്ത് ചെയ്യും? അല്ലെങ്കിൽ ആ ബ്ലഡ് ഫ്ലോ ബ്ലോക്കായി പോകും. ഒന്നില്ലെങ്കിൽ അത് പൊട്ടിപ്പോവും, അല്ലെങ്കിൽ ബ്ലഡ് ഫ്ലോ ബ്ലോക്കായി പോകുന്ന ഒരു അസുഖമാണ് സ്ട്രോക്ക് എന്ന് പറയുന്നത്. പിന്നെ അടുത്തത് ഹൈപ്പർ ടെൻഷൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണ്, നമ്മൾ ആർട്ടറീസിൽ ആർട്ടറീസ് എന്ന് വെച്ചാൽ ബ്ലഡ് ഫ്ലോ ചെയ്യുന്ന ഒരു ആർട്ടറീസാണ്. അതിൻ്റെ ഡയമീറ്റർ, അതിൻ്റെ വ്യാസം കുറഞ്ഞു പോകുക. അവിടെ കൊഴുപ്പ് അടിഞ്ഞു കൂടിയിട്ട് അങ്ങനെ ബ്ലഡിൻ്റെ ഫ്ലോയ്ക്കൊരു ഇത് വരുന്നത്. നന്നായി നമ്മളെ പൈപ്പിലൊക്കെ ശ്രദ്ധിച്ചില്ല, ചിലപ്പോൾ പൈപ്പ് ബ്ലോക്കായി പോകുന്നുണ്ട് അല്ലേ? ചില വസ്തുക്കളൊക്കെ കുടുങ്ങിയിട്ട് നമ്മളത് മാറ്റുമ്പോഴാണ് നല്ല ശക്തമായിട്ട് വരുന്നത്. അതുപോലെ തന്നെയാണ് ബ്ലഡ് പോകുന്ന ഒരു ആർട്ടറീസിൽ ഇങ്ങനെ കൊഴുപ്പുകൾ, നമ്മളുടെ ഓവർ ഫുഡും കാര്യങ്ങളും എക്സസൈസും ഒന്നും ഇല്ലാതെ വരുമ്പോൾ ഒരുപാട് കൊഴുപ്പ് കൊണ്ടായിട്ട് ആർട്ടറീസിൽ അടഞ്ഞു നിൽക്കും. ആ സമയത്ത് നമ്മളുടെ ബ്ലഡിൻ്റെ ഫ്ലോ അങ്ങോട്ട് കുറഞ്ഞു പോകുന്നതാണ് ഹൈപ്പർ ടെൻഷൻ അല്ലെങ്കിൽ രക്തസമ്മർദ്ദം എന്ന് പറയുന്നത്. അടുത്തെന്ന് പറയുന്നത് ഹാർട്ട് അറ്റാക്കാണ്. ഹാർട്ട് അറ്റാക്കും അതുപോലെ തന്നെയാണ് ബ്ലഡ് ഫ്ലോ ബ്ലോക്ക് ആയി പോകുന്നതാണ്. കൊറോണറി ആർട്ടറിയിൽ ഫാറ്റ് അടിഞ്ഞു കൂടിയിട്ട് അറ്റാക്കിലേക്ക് പോകുന്നൊരു അവസ്ഥയാണ് ഹാർട്ട് അറ്റാക്ക് എന്ന് പറയുന്നത്. ബ്ലഡിൻ്റെ ഫ്ലോ തന്നെ അവിടെയും പോകുന്നൊരവസ്ഥയാണ്. ഈ എല്ലാ 5 അസുഖങ്ങളും ലൈഫ് സ്റ്റൈൽ ഡിസീസാണെന്ന് ഓർത്ത് വെക്കണം. ഈ 5 അസുഖവും നമ്മൾ വരുത്തി വെക്കുന്നതാണ്. അതിൻ്റെ കോസസ്, കാരണങ്ങൾ കൃത്യമായിട്ട് പഠിച്ചു വെച്ചിരിക്കുക. എന്തായാലും എക്സാമിന് വരുന്നതാണ്. ഓക്കെ, ഇനി നമ്മളെ ലൈഫ് സ്റ്റൈലിൽ കൊണ്ട് വരുന്നത് അല്ലേ, നമ്മൾ ഒന്നില്ലെങ്കിൽ സ്മോക്കിംഗ്, പുകവലിക്കുന്നത് കൊണ്ട് വരുന്നത് നമ്മളുടെ തലച്ചോറിൽ വരുന്ന അസുഖമാണ് സ്ട്രോക്ക്. അല്ലെങ്കിൽ അഡീഷൻ, നിക്കോട്ടിൻ്റെ അളവ് അല്ലേ. നമ്മൾ പുക വലിച്ചുള്ളിലേക്ക് കയറ്റുന്നത് എന്താ? നിക്കോട്ടിൻ അല്ലേ. നമ്മളൊരു സിനിമ തുടങ്ങുന്ന സമയത്ത് കൃത്യമായിട്ട് ആ പുകവലി കൊണ്ടുള്ള ദോഷങ്ങളൊക്കെ കാണിക്കുന്നുണ്ട്. അതൊക്കെ എല്ലാവരും സ്കിപ്പ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അത് കൃത്യമായിട്ട് കാണുക, നിങ്ങൾ ശ്രദ്ധിക്കുക, മനസ്സിലാക്കാൻ ശ്രദ്ധിക്കുക. അതിലേക്കൊന്നും പോകാതിരിക്കാൻ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം.
ഓക്കെ, അപ്പം സ്ട്രോക്ക്, അഡീഷണൽ നിക്കോട്ടിൻ ഒക്കെ നമ്മുടെ ബ്രെയിനിൽ വരുന്ന അസുഖമാണ്. അടുത്തത് സ്മോക്കിംഗ് വഴി വരുന്നതാണ് ലങ് ക്യാൻസർ, ബ്രോങ്കൈറ്റിസ്, എംഫസീമ എന്നൊക്കെ പറയുന്നത് അല്ലേ. നമ്മളുടെ ആൽവിയോളസ് അവിടെ ഉണ്ട് അല്ലേ. ആൽവിയോളസിൻ്റെ നല്ല ഇലാസ്റ്റിസിറ്റിയാണ് അല്ലേ, കൂടുതലായിട്ടുള്ള ഓക്സിജനെ ക്യാരി ചെയ്യാനൊക്കെ കഴിവ് വേണം. അപ്പോൾ അതിനെയൊക്കെ കുറയ്ക്കുന്ന ഒരു അസുഖം കുറച്ചുകൊണ്ട് പോകും സ്മോക്കിംഗ്. ഉള്ളിലേക്ക് അനാവശ്യമായിട്ട് നിക്കോട്ടിൻ പോകുന്ന വഴി നമ്മുടെ ലങ്സിനെ നമ്മൾ സ്വയം നമ്മളെ തന്നെ കൊല്ലുന്നൊരു അവസ്ഥയാണ്. പിന്നെ ഹാർട്ടിൽ പ്രധാനമായിട്ട് വരുന്നതാണ് ഹൈപ്പർ ടെൻഷൻ. പിന്നെ ഹാർട്ടിൻ്റെ ഇലാസ്റ്റിസിറ്റി, ആർട്ടറീസിൻ്റെ ഇലാസ്റ്റിസിറ്റി കുറയുക. പിന്നെ ഫങ്ഷണൽ എഫിഷ്യൻസി, അതിൻ്റെ ഫങ്ഷൻസൊക്കെ കുറഞ്ഞു പോകുന്നൊരു അവസ്ഥയിലേക്ക് വരുന്നതൊക്കെ നമ്മളുടെ ദോഷകരമായിട്ടുള്ള ചിന്താരീതികളോടും ജീവിത രീതികൾക്കൊണ്ടും വരുന്നതാണ് കേട്ടോ. അപ്പോൾ നിങ്ങളാണ് ഇനി വരുന്ന തലമുറ, നിങ്ങളത് കൃത്യമായിട്ട് ചിന്തിച്ച് നിങ്ങളത് മനസ്സിലാക്കി വേണം ഇനി പ്രവർത്തിക്കാൻ വേണ്ടിയിട്ട്. ജീവിതം വെച്ച് ആരും കളിക്കാൻ പാടില്ല അല്ലേ. നമ്മൾ ആർക്കും ഒരു ബാധ്യത ആവാൻ പാടില്ല. നമ്മൾ ജീവിക്കുന്നിടത്തോളം കാലം നല്ല ഹെൽത്തി ആയിട്ട് തന്നെ ജീവിക്കാൻ ശ്രദ്ധിക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മളുടെ മനുഷ്യരിൽ പകരുന്ന അസുഖം. ഇനി നമുക്ക് രണ്ടേ ഉള്ളൂ, ആനിമൽസിലും പ്ലാന്റ്സിലും. കുറച്ച് സിമ്പിളാണ്. ആനിമൽസിൽ 2 അസുഖങ്ങളെ നമുക്ക് പഠിക്കാനുള്ളൂ. 2 ബാക്ടീരിയയും വൈറസും വരുന്നത്. ബാക്ടീരിയ വരുന്നതാണ് ആന്ത്രാക്സും ഇൻഫ്ലമേഷൻ ഓഫ് അഡർ. ഇൻഫ്ലമേഷൻ യൂഡർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അകിട് വീക്കവും ആന്ത്രാക്സും ബാക്ടീരിയ വരുത്തുന്നതാണ്. ഫുഡ് ആൻഡ് മൗത്ത് ഡിസീസ്, ഫൂട്ടിലും കാലിലൊക്കെ വരുന്നില്ലേ, ഫൂട്ടിലും മൗത്തിലൊക്കെ വരുന്ന ഡിസീസാണ് വൈറസ് ബാധിക്കുന്ന 2 ഡിസീസ് ആലോചിച്ച് വെക്കുക. പിന്നെ പ്ലാന്റ്സ് ഡിസീസാണ്. പ്ലാന്റ്സ് 3, ബാക്ടീരിയ, വൈറസ്, ഫംഗസ് വരുത്തുന്ന 3 രോഗങ്ങൾ ആലോചിക്കുക. ബാക്ടീരിയ വരുന്നതാണ് ബ്ലൈറ്റ് ഡിസീസ് ഇൻ പാഡി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നെല്ലിൽ വരുന്ന ബ്ലൈറ്റ് രോഗം. പിന്നെ വിൽറ്റ് ഡിസീസ് ഇൻ ബ്രിഞ്ചാളിൻ്റെ ഒരു മഞ്ഞ ചുരുട്ട് പോലെ മഞ്ഞയാവുന്നില്ല ബ്രിഞ്ചാളിൻ്റെ വെച്ചാൽ വഴുതനെ നമ്മൾ നടന്ന സമയത്ത് ശ്രദ്ധിച്ചിട്ടുണ്ടാവും, അതിൻ്റെ ഏരിയയൊക്കെ ഇങ്ങനെ ചുരുങ്ങിപ്പോകുന്നത്, അത് ബാക്ടീരിയയിലാണ്. വൈറസ് ഡിസീസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മൊസൈക്ക് ഡിസീസ് ഇൻ പീസ് എന്ന് വെച്ചാൽ പയറ് ചെടിയിൽ മൊസൈക്കിൻ്റെ രൂപത്തിൽ വരുന്നത്. പിന്നെ കപ്പയിലൊക്കെ അങ്ങനെ വരുന്നത്. പിന്നെ ഈ ബനാനേൻ്റെ ഒരു കൂമ്പ് ചീനില്ലേ, ബഞ്ചി ഓഫ് ടോപ്പ് ഓഫ് ബനാന, ഈ ബനാന എന്ന് വെച്ചാൽ വാഴേൻ്റെ കൂമ്പ് ചെയ്യുക എന്ന് കേട്ടിട്ടില്ലേ, അത്. പിന്നെ ഫംഗസ് വരുത്തുന്നതാണ് പെപ്പർ, ദ്രുതവാട്ടം, കുരുമുളകിലുള്ള ദ്രുതവാട്ടം. പിന്നെ കോക്കനറ്റിലെ എന്താ വെച്ചാൽ തേങ്ങാക്കൊലകൾക്ക് വരുന്ന ബഡിൻ്റെ അതിൻ്റെ ഒരു അസുഖം വരുന്നത്, അതൊക്കെ ഫംഗസ് വരുത്തുന്ന അസുഖമാണ്. അപ്പോൾ പ്ലാന്റ്സ്, ബാക്ടീരിയ, വൈറസ്, ഫംഗസ് വരുത്തുന്ന 3 അസുഖങ്ങൾ കൃത്യമായിട്ട് ആലോചിക്കണം. ബാക്ടീരിയ വരുന്നത് പാഡിയിലെ ബ്ലൈറ്റ് ഡിസീസ് ആണെന്നും, പിന്നെ ബ്രിഞ്ചാളിന് വരുന്ന ദ്രുതവാട്ടം, പിന്നെ വൈറസ് ഏതൊക്കെയാണ്, പയറിലും കപ്പയിലുമാണ് വരുത്തുന്ന അസുഖം, അത് ആലോചിക്കുക. ഫംഗസ് വരുന്നത് കുരുമുളകിൽ വരുന്നതും കോക്കനട്ടിൽ വരുന്നതും തേങ്ങാക്കുലകളിലൊക്കെ വരുന്നത് അസുഖമാണെന്ന് കൃത്യമായിട്ട് ആലോചിച്ച് വെക്കുക. അപ്പോൾ ഇവിടെ ഇത്രയേ പറയുന്നുള്ളൂ. ലൈഫ് സ്റ്റൈൽ ഡിസീസ് എല്ലാം നമ്മളുടെ നോൺ പാത്തോജനറ്റിക് ഡിസീസ് ആയിരുന്നു ഇന്നത്തെ ക്ലാസ്സിൽ നോക്കിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ആദ്യത്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ജനറ്റിക് ഡിസീസിൽ നമ്മൾ ഹീമോഫീലിയ, സിക്കിൾ സെൽ അനീമിയ നോക്കി. പിന്നെ നമ്മളുടെ ജനറ്റിക്കിലും പെടുന്നതും നമ്മളുടെ ഹെറിഡിറ്റി ഫാക്ടറും എല്ലാം കൂടെ പെടുന്ന ഒരു അസുഖമാണ് ക്യാൻസർ എന്ന് പറഞ്ഞു. ക്യാൻസറിനെ പറ്റി പഠിച്ചു. പിന്നെ ലൈഫ് സ്റ്റൈൽ ഡിസീസിനെ പറ്റി പഠിച്ചു. പിന്നെ ആനിമൽസിൽ വരുന്നതും പ്ലാന്റ്സിൽ വരുന്നതും. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഈ ചാപ്റ്ററിൽ. കൃത്യമായിട്ട് പഠിച്ചാൽ നന്നായിട്ട് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു ചാപ്റ്ററാണ്. നിങ്ങൾ എന്നാലും മനസ്സിരുത്തി തന്നെ നന്നായിട്ട് പഠിക്കുക. ആദ്യത്തെ വീഡിയോ കാണാത്തവർ അത് കണ്ടിട്ട് ശേഷം മാത്രമേ ഇത് കാണുക. കൃത്യമായിട്ട് പഠിക്കുക. എല്ലാവർക്കും ബെസ്റ്റ് വിഷസ്. താങ്ക് യു.